നമസ്കാരം. ദക്ഷിണാഫ്രിക്കയോട് ആദ്യ മത്സരത്തിൽ തന്നെ പരാജയപ്പെട്ട ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച ഇനിയൊരു തോൽവി താങ്ങാൻ പറ്റില്ല. ഭൂമി പിളർന്നാലും ടീം കോമ്പിനേഷനെ മാറ്റില്ല എന്ന പിടിവാശി ഇന്ത്യയുടെ ലോകകപ്പ് സ്വപ്നങ്ങളെ തകർത്തതിന് തുല്യമായി. സെമി ഫൈനൽ സാധ്യതകൾ ഇതിനോടകം അടങ്ങിയ ഇന്ത്യക്ക് മുന്നിൽ 2 മത്സരങ്ങളും ഒപ്പം ഭാഗ്യം തുണയ്ക്കുമോ എന്ന ആകാംക്ഷയും മാത്രമാണ് ഇനിയുള്ളത്. അതുകൊണ്ട് തന്നെ വിജയം മാത്രമാണ് ഇന്ത്യ സിംബാബ്വെക്കെതിരെയും വെസ്റ്റ് ഇൻഡീസിനെതിരെയും ലക്ഷ്യമിടുന്നത്. അതും വലിയ മാർജിനിൽ തന്നെ വിജയിക്കേണ്ടത് ഇന്ത്യക്ക് അനിവാര്യവുമാണ്. ഇതിനോടകം ശക്തി തെളിയിച്ച വിൻഡീസിനെതിരെ ജയിക്കുക എന്നത് വലിയ കടമ്പയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യയെ വരിഞ്ഞു മുറുക്കാൻ പാകത്തിനുള്ള ടീമിനെയാണ് വിൻഡീസ് ഒരുക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. സൂര്യകുമാർ യാദവിന്റെയും സംഘത്തിന്റെയും കണക്കുകൂട്ടലുകൾ തെറ്റിക്കാനായി ഒരു വജ്രായുധത്തെയാണ് കരീബിയൻ പട പ്രത്യേക പരിശീലനം നൽകി ഇറക്കാൻ പോകുന്നത്. പാകിസ്ഥാൻ, നെതർലാൻഡ്സ്, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ ടീമുകളെല്ലാം പയറ്റിയ ഓഫ് സ്പിൻ കെണി തന്നെയാണ് വെസ്റ്റ് ഇൻഡീസും ഇന്ത്യക്കെതിരെ പരീക്ഷിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ അടിത്തറ ഇളകിയിരിക്കുന്ന ഇന്ത്യയുടെ ബാറ്റിംഗ് കോമ്പിനേഷനെ മെരുക്കാൻ റോസ്റ്റൻ ചേസ് എന്ന മാന്ത്രിക സ്പിന്നർക്ക് സാധിച്ചേക്കും. വിൻഡീസ് സ്ക്വാഡിലെ തന്നെ ഏക ഓഫ് സ്പിന്നർ പ്രഗത്ഭൻ. സിംബാബ്വെക്കെതിരെ വിജയം നേടിയ മത്സരത്തിൽ ചേസിനെ വിൻഡീസ് കളിപ്പിക്കാതെ മാറ്റി നിർത്തിയിരുന്നു. എന്നാൽ ഇന്ത്യക്കെതിരെ താരത്തെ ഇറക്കി പ്രതിരോധിക്കാനാണ് വിൻഡീസിന്റെ നീക്കം. ഓഫ് സ്പിൻ കെണിയിൽ ആവർത്തിച്ച് വീഴുന്ന ഇന്ത്യൻ ബാറ്റർമാർ കൂടുതൽ സമ്മർദ്ദത്തിലേക്കാകും കടക്കാൻ പോകുന്നത്. ടീമിന്റെ സ്കോർ ബോർഡ് മന്ദഗതിയിലാക്കാനും ഈ താരം തന്നെ ധാരാളമാകും. റോസ്റ്റൻ ചേസ് ഇന്ത്യക്കെതിരെ ഇറങ്ങുമോ എന്ന ചോദ്യത്തിന് കാത്തിരുന്നു കാണാമെന്നാണ് വിൻഡീസ് ക്യാപ്റ്റനായ ഷേ ഹോപ്പിന്റെ മറുപടി. 33-കാരനായ റോസ്റ്റൻ ജെയ്സ ഈ ലോകകപ്പിൽ 3 മത്സരങ്ങളാണ് ഇതുവരെ കളിച്ചത്. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ടിനെതിരെ 4 ഓവറിൽ 29 റൺസ് വഴങ്ങി 2 വിക്കറ്റുകൾ റോസ്റ്റൻ ജെയ്സ വീഴ്ത്തിയിരുന്നു. ഇതേ മൈതാനത്ത് നേപ്പാളിനെതിരെ 2 ഓവറിൽ 10 റൺസ് മാത്രം വഴങ്ങി 1 വിക്കറ്റും താരം സ്വന്തമാക്കി. ഇറ്റലിക്കെതിരെ കളിച്ചെങ്കിലും താരത്തിന് പന്തെറിയേണ്ടതായി വന്നതുമില്ല. സിംബാബ്വെക്കെതിരെ നടന്ന മത്സരത്തിൽ റോസ്റ്റൻ ജെയ്സിനെ വെസ്റ്റ് ഇൻഡീസ് കളിപ്പിക്കാതിരുന്നത് കൃത്യമായ കണക്കുകൂട്ടലുകൾ നടത്തി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യക്കെതിരെ നടക്കാനിരിക്കുന്ന മത്സരത്തിൽ ആ വജ്രായുധത്തെ അവർ രംഗത്തിറക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ ആ മത്സരത്തിന് ഇറക്കാതിരുന്നത്. കാരണം ചേസിന്റെ തന്ത്രം എങ്ങനെയെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം മാറ്റി നിർത്തുക എന്നതായിരുന്നു വിൻഡീസിന്റെ ലക്ഷ്യം. ഇന്ത്യക്കെതിരെയുള്ള ടീം കോമ്പിനേഷനെ കുറിച്ചുള്ള ചോദ്യത്തിന് വിൻഡീസ് ക്യാപ്റ്റൻ ഷായ് ഹോപ്പ് നൽകിയ മറുപടി ടോസ് ഇടുന്ന സമയത്ത് ടീമിൽ ആരൊക്കെ കളിക്കുമെന്ന കാര്യം എല്ലാവർക്കും അറിയാൻ സാധിക്കും എന്നായിരുന്നു. തന്റെ തന്ത്രങ്ങൾ തുറന്നു പറയാൻ ഷായ് ഹോപ്പ് തയ്യാറായില്ല എന്നർത്ഥം. ഏറ്റവും അനിവാര്യമായ ജയത്തിന് വേണ്ടി ഇറങ്ങുന്ന ഇന്ത്യക്ക് മുന്നിൽ വിൻഡീസിനുള്ള കോൺഫിഡൻസ് കൂടിയാകും ഈ ഓഫ് സ്പിന്നർ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്പിന്നർമാർക്കെതിരെ കളിക്കാൻ പറ്റും എന്ന് ഉറപ്പിച്ചു പറയാനാകുന്ന ഒരു താരം അന്തിമ 11-ൽ ഇല്ല. അതേസമയം ഈ ഘട്ടത്തിലാണ് എല്ലാ കണ്ണുകളും മലയാളി താരം സഞ്ജു സാംസണിലേക്ക് എത്തുന്നതും. സ്പിന്നർമാർക്കെതിരെ തരക്കേടില്ലാത്ത കണക്കുകൾ സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് കോച്ചായ രവിശാസ്ത്രി അടക്കം സഞ്ജുവിനെ കളിപ്പിക്കണം എന്ന ആവശ്യം ഉന്നയിച്ച രംഗത്ത് വന്നും കഴിഞ്ഞു. അതേസമയം ദക്ഷിണാഫ്രിക്ക നൽകിയ പാഠം ഉൾക്കൊള്ളാതെ ഗ്രൂപ്പ് ഘട്ടത്തിലെ വിന്നിംഗ് കോമ്പിനേഷനിൽ മാറ്റമില്ല എന്ന വാശിയോടെ ഇറങ്ങിയാൽ അത് വലിയ തിരിച്ചടിയാകും. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഓസ്ട്രേലിയയെയും ശ്രീലങ്കയെയും തോൽപ്പിച്ച സിംബാബ്വെയെ വൻ മാർജിനിൽ വീഴ്ത്തിയതോടെ വെസ്റ്റ് ഇൻഡീസ് സൂപ്പർ 8 ഗ്രൂപ്പ് 1-ൽ 1-ാം സ്ഥാനത്തെത്തിയാണ് ശക്തി തെളിയിച്ചിരിക്കുന്നത്. +5.350 എന്ന മികച്ച നെറ്റ് റൺ റേറ്റും വെസ്റ്റ് ഇൻഡീസിന് സ്വന്തമാണ്. 2 പോയിന്റും +3.800 നെറ്റ് റൺ റേറ്റുമുള്ള ദക്ഷിണാഫ്രിക്കയാണ് ഗ്രൂപ്പിൽ 2-ാം സ്ഥാനത്ത് ഉള്ളത്. പോയിന്റ് ഒന്നും നേടാതെ -3.800 നെറ്റ് റൺ റേറ്റുമായി ഇന്ത്യ 3-ാം സ്ഥാനത്താണ് ഉള്ളത്. ഇന്ത്യയെ ആശങ്കയിലാക്കുന്നതും ഈ കണക്കുകൾ തന്നെയാണ്. എന്തായാലും സൂപ്പർ 8-ലെ ഓരോ ചെറിയ കണക്കുകൾ പോലും ഇന്ത്യയെ കാര്യമായി ബാധിക്കാൻ പോവുകയാണ് എന്ന ചുരുക്കം.